സാധാരണ 18 തൊട്ട് 21 വയസ്സ് വരെയുള്ള കുറേ പേഷ്യൻസ് വരാറുണ്ട്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന. ഈ പല്ലുവേദനയുടെ കാരണം എന്തായിരിക്കും? ആ ഏജിലാണ് നമുക്ക് വിസ്ഡം ടൂത്ത് വരുന്നത്. ഈ വിസ്ഡം ടൂത്ത് വരുമ്പോഴുള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പല്ലല്ലേ, അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് നീര് വന്ന പോലെ ഉണ്ടാവും. അതല്ലെങ്കിൽ ചെവി വേദന, തലവേദന, വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ എല്ലാ പല്ലിലും റെഫേർഡ് പെയിൻ എന്നാണ് അതിന് പറയുക. എല്ലാ പല്ലിലും ഒരേപോലെ വേദന ഫീൽ ചെയ്യാം. ഇതല്ലെങ്കിൽ താഴത്തെ പല്ല് പെട്ടെന്ന് ഇങ്ങനെ ക്രൗഡിംഗ് എന്ന് പറയും, അതായത് നല്ല അറേഞ്ച്മെൻറ്റിൽ ഉണ്ടായിരുന്ന പല്ലെല്ലാം കൂടി പെട്ടെന്ന് ഒന്ന് കൂടി ചേരുന്ന പോലെ. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ സിംറ്റംസ്. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും രാത്രിയിൽ, ഫക്കൻ്റെ കണ്ടിന്യൂസ് പെയിൻ. അവസാനം ENT പോകുന്നുണ്ടാവും. ENT നോക്കുമ്പോൾ ചെവിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും അവർ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വന്നു ചേരുന്നത്. സോ നോക്കി കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു എക്സ്റേ എടുത്താൽ മതി. OPG എന്ന് പറയുന്ന ഒരു എക്സ്റേ ഉണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇത് എന്ത് രീതിയിലാണ് ഉള്ളത് എന്ന്. ഇപ്പോൾ നമ്മുടെ ജോയിലെ 8ാമത്തെ പല്ലിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് മേലേക്ക് തന്നെ കറക്റ്റ്, ഇപ്പോൾ താഴത്തെ പല്ലാണെങ്കിൽ മേലോട്ട് കറക്റ്റ് ക്രൗൺ വരുന്ന പോലെ, ഇവിടെ നിന്നാണെങ്കിൽ താഴോട്ട് ഇറങ്ങുന്ന പോലെ കറക്റ്റ് പൊസിഷനിലാണെങ്കിൽ ഒരു ശല്യം ഉണ്ടാവില്ല. ഇത് വരുന്ന സമയത്ത് ഒരു ഇറപ്ഷൻ പെയിൻ എന്ന് പറയും. വളരെ മിനിമലായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, നമുക്ക് വന്നു പോകും. അത് തന്നെ ആ പൊസിഷനിൽ വന്ന് ഇരുന്നോളും. ഇതല്ല, ഇത് കറക്റ്റായിട്ട് വരേണ്ട പോലെ, അതായത് ഇപ്പോൾ ഇങ്ങനെ വരാതെ ഇത് സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് അല്ലെങ്കിൽ വേറെ പോലെ താഴോട്ട് ആംഗുലേറ്റഡ് ആയിട്ടെന്ന് പറയും. ഈ ആംഗുലേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നേരെ പൊങ്ങി മേലോട്ട് വരാതെ തൊട്ടടുത്തുള്ള ആളിനെ 7ാമത്തെ പല്ലുണ്ടാവില്ലേ അതിനെ പോയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കും. ഈ ഇടിക്കുമ്പോൾ 7ാമത്തെ പല്ലിന് വേദന ഉണ്ടാവും. ഇതാണ് മെയിനായിട്ടും പെയിൻ, അൺബെയറബിൾ പെയിനുള്ള റീസൺ. ഇനി സാധാരണ പല്ലുവേദന വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഒരു പല്ല് സ്പെസിഫിക് ആയിട്ട് വേദനയാണെങ്കിലും അവരെ കൊണ്ട് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പല്ല് തന്നെയാണ് എനിക്ക് വേദന എന്ന് അവരെ കൊണ്ട് പറയാൻ പറ്റില്ല. എനിക്കിവിടെ മൊത്തം വേദനിക്കുന്നു, തല വേദനിക്കുന്നു, ഈ ഒരു ഭാഗം ഫുൾ വേദനിക്കുന്നു എന്നായിരിക്കും അവരുടെ മെയിൻ കംപ്ലയിൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയുടെ അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? പണ്ടുള്ളവർക്കൊക്കെ കുറച്ചുകൂടി വലിയ ജോയ് ആയിരിക്കും. കാരണം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറുകയാണ്, ഓരോന്നും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജോയുടെ സ്പേസ്, ഇത് എയ്ത്ത് ടൂത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കുറഞ്ഞു വരിക. അതിൻ്റെ കാരണം കൊണ്ടാണ് അതിന് വന്നിരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അത് വേറെ എങ്ങോട്ടെങ്കിലും ചാടി കയറി ഇരിക്കാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയാണിത്. നമ്മൾ കുറച്ച് നന്നായിട്ട് നോക്കിയാൽ കാണാം, ആ വിസ്ഡം ടൂത്ത് വരുന്ന സ്ഥലത്തെ ഗംസ് കുറച്ച് റെഡായിട്ടോ സ്വെലനായിട്ടോ ഒക്കെ ഉണ്ടാവും. കാരണം അകത്തുള്ളത് കുറച്ച് ലൈറ്റായിട്ടൊരു ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ സൈനാണത്. ഇനി ഇതല്ലാതെ ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വാ തുറന്നല്ലേ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. വാ തുറക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ശരി, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ ഒരു പേടിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് പറയും പല്ലെടുക്കാൻ പറയുമോ എന്നുള്ള പേടി കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേദന ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് സോൾട്ട് വാട്ടർ റിൻസ്. ഉപ്പുവെള്ളം വെച്ച് വായിൽ കുറച്ച് സമയം കൊണ്ടിട്ട് തുപ്പി കളയാം. അത് നമുക്ക് കുറച്ചൊക്കെ ഇത് ചെയ്യും. പിന്നെ ചെറിയൊരു ഗ്രാമ്പു ഇല്ലേ, ക്ലോ, അതിനെ എടുത്തിട്ട് എവിടെയാണോ വേദന, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്ന് അഴുത്തി കടിച്ചു പിടിക്കുന്നതും കുറച്ച് സമയത്തേക്കൊക്കെ ഒരു പെയിൻ റിലീഫ് തരും. ഐസ് പാക്ക്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ നോർമൽ ഐസ് ക്യൂബിൽ അതിനെ ഓരോ സിപ്ലോ കവറിലെങ്ങാനും ഇട്ടിട്ട് കുറച്ച് പ്രഷർ കൊടുക്കണം. അതായത് ചുമ്മാ ഇങ്ങനെ തൊടുന്ന പോലെ വെച്ചാൽ പോരാ, യു ഹാവ് ടു ഗിവ് സം പ്രഷർ. ഇല്ല, കുറച്ച് പ്രഷർ കൊടുത്തിട്ട് വെക്കുന്നത് അത് നമ്മുടെ ഒരു പെയിൻ കുറച്ചൊന്ന് റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും കുറയുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സ്റേ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷനിങ് അറിയാൻ പറ്റും. ശരി, ഇപ്പോൾ കറക്റ്റായിട്ട് വരികയാണ്, മേലെയുള്ള ആ ചത മാത്രമാണ് അല്ലെങ്കിൽ ഗംസ് കുറച്ച് അതിൻ്റെ പുറത്ത് വളർന്നേക്കുന്നത് കുറച്ച് ഇൻഫ്ലമേഷനേ ഉള്ളൂ എങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒപ്പക്ലെക്ടമി എന്നാണ് പറയുക ടെക്നിക്കലി. ഒന്നുമില്ല, അതിൻ്റെ മേലെ ആ വളർന്നിരിക്കുന്ന ആ ഗംസിനെ ലൈറ്റായിട്ട് ഒന്ന് ലേസർ വെച്ചാൽ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ ആ പല്ല് പുറത്തോട്ട് വരാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. ഇനി ഇതല്ല, നമ്മുടെ അത് ചരിഞ്ഞ് ചാഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യണം. ഈ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സർജിക്കൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. പക്ഷേ അത് അത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തമായിട്ട് ഈ പ്രൊസീജിയറിന് ഒരു 20 തൊട്ട് 30 മിനിറ്റ്സ് ജാസ്തിയാണ് എൻ്റെ ആവശ്യമേ. നമ്മുടെ ചെയറിൽ നോർമലായിട്ട് കൊടുക്കുന്ന ലോക്കൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും തന്നെ തുടർന്നിട്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചെറിയൊരു പ്രൊസീജിയർ, ഒത്തിരി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതുപോലെ അൺബെയറബിൾ പെയിൻ വരാണെങ്കിൽ ബെറ്റർ ഗോ ടു എ ഡെന്റിസ്റ്റ്, റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം ഈ വിസ്ഡം ടൂത്ത് നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കുന്നതിനൊന്നും അത്രയധികം ഹെൽപ്പൊന്നും ആവാൻ പോകുന്നില്ല. അതിനകത്ത് ക്ലീനിങ് കുറച്ച് പാടാണ്. ലാസ്റ്റ് പല്ലായതുകൊണ്ട് നമ്മുടെ ബ്രഷ് അതുവരെ എത്തില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ അഴുക്ക് അടിഞ്ഞിട്ട് നിയർ ബൈ ടൂത്ത്, അതായത് നമ്മുടെ 7ാമത്തെ പല്ലിന് ക്യാവിറ്റീസ് വരിക, പിന്നെ അതിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പുറകെ ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നേരെ അല്ല അത് വരുന്നതെങ്കിൽ ഗെറ്റ് ഇറ്റ് റിമൂവ്.